കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ രണ്ടാം തവണയാണ് നമ്മളിങ്ങനെ മൾച്ചിങ് ഷീറ്റിൽ കപ്പ കൃഷി ചെയ്യുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് എലിയുടെ ശല്യം കൊണ്ടാണ് നമ്മൾ കപ്പ കൃഷി ഈ രീതിയിലാക്കിയത്. ഒരു മാസത്തിന് മുമ്പ് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന മൾച്ചിങ് ഷീറ്റിൽ ഇതേമാതിരി ചെയ്തിരുന്ന കപ്പ കൃഷി വൻ വിജയമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും കപ്പ കൃഷി ഇതേമാതിരി ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് നല്ല വിജയമായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് വളം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, ഗ്രീൻ മീല്, സാഗരിക ഗോൾഡ്, ഗ്രാനുവൽസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. വലുതായിട്ടുള്ള വളപ്രയോഗത്തിന്റെ ആവശ്യമൊന്നും കപ്പയ്ക്കില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ എപ്പോഴും വളം പ്രയോഗിച്ച് 19 ഇതൊക്കെ പ്രയോഗിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളൊരു പകുതി പ്രായം കഴിയുമ്പോൾ മാത്രം മതി 19 കൊടുക്കുക. അപ്പോൾ നല്ല വിജയമായിരിക്കും. ഏതായാലും ഞാൻ ചെയ്തിട്ട് നല്ല വിജയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ഒരു ചോടിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോയോളം കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എലിയിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. ഇങ്ങനെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നല്ല വിളവും കിട്ടും, എലിയുടെ ശല്യം കുറയും. നമ്മൾ എപ്പോഴും ഈ കപ്പയുടെ പുറകെ വെള്ളം നനയ്ക്കാനോ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് നടക്കണ്ട. നമ്മൾ ഇതേമാതിരി മൾച്ചിങ് ഷീറ്റ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച ഷീറ്റാണ് ഇട്ടേക്കണത്. അപ്പൊ നമ്മൾ എടുക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കപ്പ പറിച്ചപ്പോൾ ഒരു 20-25 ദിവസത്തിന് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ അതേമാതിരി കപ്പയുടെ മോൾ ഭാഗം കമ്പിങ്ങനെ കട്ട് ചെയ്തിട്ട് സാവധാനത്തിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് കപ്പ എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല വിജയം കൈവരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതേമാതിരി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 100% വിളവ് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.